കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പോർക്ക് ബിന്ദാലു തയ്യാറാക്കിയാലോ. അപ്പൊ ഈ സെയിം റെസിപ്പി നിങ്ങൾക്ക് ബീഫ് ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാം, അതുപോലെ ചിക്കൻ ഉപയോഗിച്ചിട്ടും തയ്യാറാക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പൊ പോർക്കിന്റെ റെസിപ്പീസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ റിക്വസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, ചില്ലി പോർക്ക് അതുപോലുള്ള റെസിപ്പീസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. അതുപോലെ പോർക്കിന്റെ റെസിപ്പീസ് താല്പര്യം ഇല്ലാത്തവര് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ട് പോർക്ക് ബിന്ദാലു തയ്യാറാക്കുന്നത് നോക്കാം. അപ്പൊ നമുക്ക് പോർക്ക് ബിന്ദാലു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇവിടെ പോർക്ക് കഴുകിയതിന് ശേഷം ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോ ഒരു 3.5 കിലോ അളവിൽ പോർക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ വിന്ദാലുവിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് നമുക്ക് കട്ട് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും. വിന്ദാലുവിന്റെ പീസസ് കുറച്ച് വലുതായിരിക്കും. ഇതിപ്പോ വിന്ദാലുവിന്റെ പീസസ് അല്ല, അതായത് ഫാറ്റും ഉണ്ടായിരിക്കും, അതുപോലെ ആ ഒരു ഫ്ലഷും ഉണ്ടായിരിക്കും. അങ്ങനെയായിരിക്കും വിന്ദാലുവിന്റെ പീസസ് സാധാരണ ഉണ്ടാവുക കേട്ടോ. അപ്പൊ ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു മസാല തയ്യാറാക്കണം. മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഹോൾ സ്പൈസസ് എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് ഒരു 27 എടുത്തിട്ടുണ്ട്. അതുപോലെ കുരുമുളക് 2.5 ടേബിൾ സ്പൂൺ അളവിൽ. അപ്പോൾ എരിവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. നിങ്ങളുടെ കയ്യിൽ മുഴുവനോട് കൂടി കാശ്മീരി മുളക് ഇല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി ആയാലും ഉപയോഗിക്കാം. പക്ഷെ അത് ഇപ്പോൾ ചേർക്കേണ്ടതെന്ന് മാത്രം കേട്ടോ. അവസാനം നമുക്ക് അതിൽ കൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 27 എണ്ണം ഗ്രാമ്പൂണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട് 5 ടീസ്പൂൺ അളവിൽ. പിന്നെ കണ്ടോ കറുകപ്പട്ടി എടുത്തിട്ടുണ്ട്. ഇതൊരു 7 കഷ്ണങ്ങൾ, ഇതുപോലെ ചെറിയ കഷ്ണങ്ങൾ 8 മുതൽ ഒരു 10 വരെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഒരുപാട് അളവിൽ വേണ്ട. അതുപോലെ ഏലക്കായും ഒരു 27 എണ്ണം എടുത്തിരിക്കുന്നത്. ഇതിപ്പോ മസാലകളൊക്കെ ഇത്ര കൂടുതൽ എടുത്തിരിക്കുന്നത് നമ്മൾ 3.5 കിലോ പോർക്ക് എടുക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. കടുക് 3 ടീസ്പൂൺ അളവിൽ. പിന്നെ ഇത് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഞാനിപ്പോ ഒരു 3 വലിയ കഷ്ണം ആ ഒരു അളവിലാണ് എടുത്തിരിക്കുന്നത്. അതായത് ഇപ്പോ നിങ്ങളിപ്പോ കട്ട് ചെയ്തിട്ട് എടുക്കണമെങ്കിൽ ഒരു 6 ടേബിൾ സ്പൂൺ അളവിലൊക്കെ കറക്റ്റ് ആയിട്ട് വരും. പിന്നെ വെളുത്തുള്ളി മുറിച്ചതാണെന്നുണ്ടെങ്കിൽ ഒരു 10 ടേബിൾ സ്പൂൺ, അല്ലെങ്കിൽ മുഴുവനോട് കൂടിയ വെളുത്തുള്ളി, അതായത് വെളുത്തുള്ളിയുടെ ആ ഒരു ഉണ്ടൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 ഉണ്ടൊക്കെ വേണ്ടി വരും ഉണ്ടാവും. അപ്പൊ വെളുത്തുള്ളി ഇഞ്ചിയൊന്നും നമുക്ക് ചതച്ചെടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ അരച്ചെടുക്കണേ ചെയ്യാം കേട്ടോ. ആദ്യം മസാല പൗഡർ തയ്യാറാക്കും, അതിനുശേഷം നമ്മൾ അരച്ചെടുക്കണം ചെയ്യാം. പിന്നെ എടുത്തിരിക്കുന്നത് ജീരകമാണ്. ചെറിയ ജീരകം അല്ലെങ്കിൽ ക്യുമിൻ സീഡ്സ് എന്നൊക്കെ പറയണ ജീരകമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടീസ്പൂൺ അളവിലാണ് എടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുഴുവനോട് കൂടി മല്ലി ചേർക്കാം. ഇതിൽ കൂടെ മല്ലി ചേർത്ത് കൊടുക്കാതെ നമുക്കിത് തയ്യാറാക്കാം, അല്ലെങ്കിൽ അവസാനം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിവിടെ ഒരു പാൻ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഹോൾ സ്പൈസസ് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. എന്തിനാ ചൂടാക്കി എടുക്കണമെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇതൊന്ന് പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ എടുത്തു വെച്ചാൽ ഒരു മുളക് ഇട്ട് കൊടുക്കുക. ഇതിൽ കൂടെ തന്നെ ഞാൻ കുരുമുളക്, ഏലക്കായ, ഗ്രാമ്പു, കറുകപ്പട്ട, പെരിഞ്ജീരകം ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ക്യുമിൻ സീഡ്സ് ഇതിൽ നമുക്ക് കടുകും കൂടി ഇട്ട് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ചൂടാക്കാതെയും ചിലർ തയ്യാറാക്കാറുണ്ട് കേട്ടോ. വിന്ദാലു എന്ന് പറയുമ്പോൾ എന്താ പറയുക, പലരും പല രീതിയിലാണ് തയ്യാറാക്കുക. ചിലർ കോൽപ്പുളി ചേർത്തിട്ട് തയ്യാറാക്കാറുണ്ട്. കോൽപ്പുളിയും അതുപോലെ വിനാഗിരിയും 2 കൂടി ചേർത്തിട്ട് തയ്യാറാക്കാറുണ്ട്. മുരിങ്ങയുടെ തോലി ചേർക്കാറുണ്ട്, കരിഞ്ജീരകം ചേർക്കാറുണ്ട്. അങ്ങനെ പല ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായിട്ട് വന്നോട്ടെ. ഓവറായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ കണ്ടോ ആവശ്യത്തിന് തന്നെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തണുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇരുന്ന് തണക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. അപ്പോൾ മസാല തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട സവോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് വിറകടുപ്പിലാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരു ഉരുളി ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം, സവോള വഴറ്റിയെടുക്കാൻ ആവശ്യത്തിന്. അതിനുശേഷം ഈ എണ്ണ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. അപ്പോൾ എപ്പോഴും എന്ത് റെസിപ്പീസ് ആണെങ്കിലും സ്ലോ കുക്കിംഗ് ആണ് ടേസ്റ്റ് ഉണ്ടാവുക, പ്രത്യേകിച്ച് ഇതുപോലെ വിറകടുപ്പിലൊക്കെ തയ്യാറാക്കുമ്പോൾ. പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് 8 സവോള ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള സവോളയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സവോള നമുക്ക് ഈ ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം. സവോള ആവശ്യത്തിന് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്കിത്.
ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കല്ലുപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, പൊടിപ്പ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്ത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, പെട്ടെന്ന് തന്നെ നമുക്ക് സവാള വഴറ്റിയെടുക്കാൻ പറ്റും. നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ ഇത് വഴന്ന് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് മസാല പൊടിച്ചെടുക്കാം. അപ്പം നമുക്ക് ഈ ഒരു മസാല ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഈ മസാല തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ആദ്യം ഇത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ കണ്ടോ, ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് എടുത്ത് വെച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, പിന്നെ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർക്കുമ്പോൾ ഒന്ന് മുറിച്ചിട്ടിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അരഞ്ഞു വരാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിലേക്ക് നമുക്ക് മുറിച്ചെടുത്ത ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കാം. ഇനി വിനിഗർ ചേർത്തിട്ടുണ്ട്, അതായത് വിനാഗിരി ചേർത്തിട്ടുണ്ട് നമ്മളിത് അരച്ചെടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ കോക്കനട്ട് വിനിഗറാണ് കേട്ടോ. ഒരു 12 ടേബിൾ സ്പൂണാണ് നമുക്ക് ഈ ഒരു റെസിപ്പിയിലേക്ക് ആവശ്യം. അപ്പോൾ വിനാഗിരിയുടെ അളവെന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന വിനാഗിരിയുടെ, അതായത് കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള വിനാഗിരി ആണെങ്കിൽ അത്രയ്ക്ക് അളവ് വേണ്ട. കോക്കനട്ട് വിനിഗർ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് മൈൽഡായിട്ടുള്ള വിനാഗിരിയാണ് കേട്ടോ. അപ്പോൾ കറി എന്ന് പറയുമ്പോൾ കുറച്ച് പുളിയും എരിവും ഒക്കെ കൂടി ചേർന്ന ഒരു സൂപ്പർ കറിയാണ് ഈ പോർക്ക് വിന്താലു എന്ന് പറയുന്നത്. കുറച്ച് പുളി മുന്നിട്ട് നിൽക്കണം, അപ്പോഴായിരിക്കും നന്നായിട്ട് വരാം. അപ്പോൾ നമുക്ക് 12 ടേബിൾ സ്പൂൺ വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അരഞ്ഞ് വരണം, അതുപോലെ ആവശ്യത്തിനൊരു പുളിരസം വരണമല്ലോ. സവാള ഇപ്പോൾ കണ്ടോ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരള സ്റ്റൈൽ പോർക്ക് വിന്താലു ആണ് കേട്ടോ. ആക്ച്വൽ ഗോവൻ രീതിയിലുള്ള ഒരു ട്രഡീഷണൽ റെസിപ്പി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ പല ചേഞ്ചസും വരുത്തിയിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. നമുക്കിതിലേക്ക് കറിവേപ്പിലിനെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നും കൂടി ഒന്ന് വഴന്ന് വരട്ടെ. കണ്ടോ, പുറത്ത് നല്ല മഴയാണ്. ഇപ്പോൾ മഴ പെയ്തത് കാരണം തന്നെ ചൂടിനൊക്കെ നല്ലൊരു ശമനമുണ്ട്. കണ്ടോ, നമ്മുടെ മസാല പേസ്റ്റ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് ഇതുപോലെ അരച്ചെടുക്കണം കേട്ടോ, വിനാഗിരി ചേർത്തിട്ട്. അപ്പോൾ ഇത് നമ്മുടെ സവാള നല്ല അടിപൊളിയായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഒരു മസാല പേസ്റ്റ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. മസാല പേസ്റ്റ് മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം നമുക്കിത് ഇളക്കി കൊടുക്കാം. ഈ മസാലയുടെ പച്ചമണം നന്നായിട്ട് മാറി വരണം, ഈ ഒരു എണ്ണയിൽ കിടന്ന് വഴന്ന് വരണം കേട്ടോ. അതിനുശേഷം മാത്രമേ നമ്മൾ മുറിച്ച് വെച്ച പോർക്കിന്റെ പീസസ് ഇതിലേക്ക് ചേർക്കുള്ളൂ. അപ്പോൾ എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കണം, എന്നാലാണ് പച്ചമണം മുഴുവനായിട്ട് മാറുള്ളൂ. ഇതേ ഇപ്പം നമ്മുടെ ഈ ഒരു മസാല നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ കണ്ടില്ലേ, തെളിഞ്ഞ് വന്നിട്ടുണ്ട്. മസാലയുടെ പച്ചമണം നന്നായിട്ട് മാറിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞ ആ ഒരു പോർക്കിന്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ആവശ്യത്തിന് ആ ഒരു ഫാറ്റ് ഉണ്ടാകുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് വരിക വിന്താലു. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വിന്താലുവിൽ നമ്മൾ തക്കാളി ഒന്നും ചേർത്ത് കൊടുക്കില്ല, പുളിക്ക് വേണ്ടിയിട്ടാണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഇത് പ്രഷർ കുക്കറിൽ തയ്യാറാക്കാം കേട്ടോ. ഈ ഒരു മസാല ചേർത്തതിന് ശേഷം പ്രഷർ കുക്കറിലാക്കിയിട്ട് തയ്യാറാക്കി എടുക്കാം. നമ്മൾ എടുക്കണ പോർക്കിൻ്റെ വേവിനനുസരിച്ച് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നല്ല വേവുള്ള പോർക്കിംഗ് ആണെങ്കിൽ ഒരു 45 മിനിറ്റൊക്കെ ഇതുപോലെ, അതായത് ഇതുപോലെ ഉള്ളിയിലൊക്കെ ഇട്ടിട്ട് തയ്യാറാക്കണമെങ്കിൽ ഒരു 45 മിനിറ്റൊക്കെ എടുക്കും. വേവ് കുറവുള്ളതാണെങ്കിൽ ഒരു 25 മിനിറ്റൊക്കെ മതിയാവും. അതായത് തീ കുറച്ചിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോൾ.
ഇനി ഇതിലേക്ക് ഇത് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചൂടുവെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. ഈ ഒരു സമയത്ത് ഞാനിപ്പോൾ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം കുറച്ചും കൂടി വേണം, കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് മതി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അടച്ചു വെച്ച് കഴിഞ്ഞാലായിരിക്കും പെട്ടെന്ന് കുക്കായിട്ട് വരാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സ്ലോ കുക്കിങ്ങാണ് എപ്പോഴും ഇതിന് ടേസ്റ്റ് കൊടുക്കുക. ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടിയിലൊന്നും പിടിക്കരുത്. അപ്പോൾ പോർക്ക് വിന്താലുവിൽ നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാൻ മറന്നു പോയിട്ടോ. അപ്പോൾ ഞാനൊരു പാനിലേക്ക് ഇത് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണ്. അല്ലെങ്കിൽ നമ്മൾ ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കണ സമയത്ത് മുഴുവനോട് കൂടിയ മല്ലിയാണെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ മല്ലിപ്പൊടി ഞാൻ എടുക്കണത് 3.5 ടേബിൾ സ്പൂൺ അളവിലാണ്. പിന്നെ ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. അതിനുശേഷം ഇതൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ആ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണക്കം മാറി വരുമല്ലോ. അപ്പോൾ അതേ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മതി, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ആ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. കറി കണ്ടോ തിളച്ച് തുടങ്ങി. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഒരു സവാള വഴറ്റി കഴിയില്ലേ, ആ ഒരു സമയത്ത് അതിലേക്ക് ഒന്നില്ലെങ്കിൽ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ മുഴുവനോട് കൂടിയ മല്ലിയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഹോൾ സ്പൈസസ് ചൂടാക്കില്ലേ, ആ ഒരു സമയത്ത് മുഴുവനോട് കൂടിയ മല്ലി അതിലേക്ക് ഇട്ടാൽ മതി. അല്ല പൊടിയാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ ചേർത്താലും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതുള്ളൂ കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് വെന്ത് വരട്ടെ. ഇവിടെ പുറത്ത് കണ്ടോ അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, എണ്ണയൊക്കെ നല്ല അടിപൊളിയായിട്ട് തിരിഞ്ഞു വരുന്നുണ്ട്. തുറന്നപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്, വിനാഗിരിയുടെയും ഈ ഒരു മസാലയുടെയും എല്ലാം തന്നെ. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് കുക്കായിട്ട് വരണം. ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. വീണ്ടും നമുക്ക് ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒന്നും കൂടി കുക്കായിട്ട് വരാനുണ്ട്. അപ്പൊ കണ്ടോ നമ്മുടെ വിന്താലു നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. എണ്ണയല്ല, നെയ്യാണ്. ഇത് പോർക്കിന്റെ നെയ്യാണ് കേട്ടോ തെളിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻസിന്റെ കൂടെ കഴിക്കാം. വിന്താലു എന്ന് പറയുമ്പോൾ ശരിക്കും ഇതൊരു പോർച്ചുഗൽ വിഭവമാണ്. അതായത് ഇത് ഒരു ഗോവൻ ഡിഷാണ്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. എന്തായാലും ഇഷ്ടപ്പെടും.